ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇത്തവണയും പുതിയ പാലം എന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തറയിലെ മാണിമക്കത്തോട് പാലം ജീർണാവസ്ഥയിൽ. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തടത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും ശാസ്ത്ര അവബോധവും വിജ്ഞാന അന്വേഷണത്വരയുമെല്ലാം വർദ്ധിപ്പിക്കെ ഒരു കാലഘട്ടത്തിലാണെന്ന് നാം ജീവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ചാലക്കുടി മേഖല ശാസ്ത്ര കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച സീഡ്സ് ഓഫ് കൾച്ചറൽ ഗാലറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇത്തവണയും പുതിയ പാലം എന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ ഏറെയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലം ജീർണാവസ്ഥയിലാണ്. പണ്ടുകാലത്ത് കെട്ടുവള്ളങ്ങളും ചരക്കുവഞ്ചികളും കടന്നുപോകുന്ന വിധത്തിൽ ഉയരത്തിൽ പണിത നടപ്പാലം കോട്ടപ്പുറം ചന്തയെയും അഴീക്കോട് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായിരുന്നു. മോട്ടോർ വാഹനങ്ങൾ സർവ്വസാധാരണമാകുന്നതിന് മുൻപ് ചന്തയിൽ നിന്നും ചരക്ക് തലച്ചുമടായി കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ്. പിന്നീട് മറ്റ് യാത്രാമാർഗങ്ങൾ വന്നതോടെ മാണിക്യപാലത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇന്നും ഏറെയാണ്. KP രാജേന്ദ്രൻ റവന്യൂ മന്ത്രിയായിരിക്കെ പുതിയ പാലം പണിയുന്നതിന് ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. 2017 സംസ്ഥാന ബഡ്ജറ്റിൽ പാലം നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപ നീക്കിവെച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം പുനർനിർമ്മിക്കുന്ന പ്രഖ്യാപനവും വെള്ളത്തിൽ വരച്ച വര കണക്കെയായി. എല്ലാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും തോട് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കാറുണ്ടെന്നും എന്നാൽ അത് പ്രാവർത്തികമാകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തടത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷാർബന്റെ വലതു കൈയുടെ വിരലുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. അദ്വൈതിന്റെ പരിക്ക് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിന് സമീപത്തെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രപ്പറമ്പിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങളെടുത്ത് 2 പേരും ചേർന്ന് കത്തിക്കുന്നതിനിടയിലാണ് പടക്കം പൊട്ടിത്തെറിച്ച് അപകടം സംഭവിച്ചത്. കുറച്ചു ദിവസം മുൻപാണ് ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞത്. ഉത്സവത്തിന് വെടിക്കെട്ട് നടത്തിയതിൽ നിന്ന് പൊട്ടാതെ കിടന്ന പടക്കമാണ് ക്ഷേത്രപ്പറമ്പിൽ കളിക്കാനെത്തിയ കുട്ടികൾക്ക് കിട്ടിയത്. പരിക്കേറ്റ 2 പേരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, വരന്തരപ്പള്ളി. വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും ശാസ്ത്ര അവബോധവും വിജ്ഞാന അന്വേഷണത്വരയുമെല്ലാം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ചാലക്കുടി മേഖല ശാസ്ത്ര കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച സീഡ്സ് ഓഫ് കൾച്ചറൽ ഗാലറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും ശാസ്ത്രീയ അവബോധവും വിജ്ഞാനാന്വേഷണത്വരയുമെല്ലാം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ചാലക്കുടി മേഖല ശാസ്ത്ര കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച സീഡ്സ് ഓഫ് കൾച്ചറൽ ഗാലറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി അമ്പാടിയിൽ വീട്ടിൽ പ്രദീപാണ് അറസ്റ്റിലായത്. കേസിലെ ഒരു പ്രതി ആലപ്പുഴ താമരക്കുളം സ്വദേശി സനലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരെയും മോഷണം നടന്ന വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ മാസം 26, 27 തീയതികളിലായി ഒല്ലൂർ, തലോർ, ഇളംതുരുത്തി, അഞ്ചേരി, കേശവപ്പടി, വിയ്യൂർ, വടക്കാഞ്ചേരി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതികൾ ബൈക്കിലെത്തി മാല മോഷണം നടത്തിയത്. മീഡിയ ടൈം, തൃശൂർ. ചിറങ്ങരയിൽ ടോൾ നൽകുന്ന ദേശീയപാതയിൽ രൂപപ്പെട്ട അപകടക്കെണി ഉടനെ നികത്തണമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ആവശ്യപ്പെട്ടു. നിരവധി മരണങ്ങളും അപകടങ്ങൾക്കും കാരണമായ ചിറങ്ങരയിലെ അപകടക്കെണി മാറ്റണമെന്നാവശ്യപ്പെട്ട്
RJD നടത്തിയ സമരാഗ്നി ചിറങ്ങരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടങ്ങളിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദി NHIയും ടോൾ കമ്പനിയും ജനപ്രതിനിധികളായ MPയും MLAയും മാത്രമായിരിക്കും. കനത്ത ചൂടിൽ ടാർ ഉരുകി തിണ്ടുകൾ രൂപപ്പെട്ട് അതിൽ തട്ടി വാഹനങ്ങൾ 1 കിലോമീറ്ററോളം നിയന്ത്രണം വിടുകയാണെന്നും യൂജിൻ മൊറേലി പറഞ്ഞു. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് V. ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി, സംസ്ഥാന കമ്മിറ്റി അംഗം ബഷീർ തൈവളപ്പിൽ, ജില്ലാ നേതാക്കളായ ജനത പൗലോസ്, ജോസ് പൈനാടത്ത്, AL കൊച്ചപ്പൻ, ബോബൻ, ജിജു കരിപ്പായി, CK രാമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊരട്ടി. ഇനി നാട്ടിൽ നടന്നത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ശിക്ഷിച്ചു. എലത്തുരുത്ത് തറമൽ ഹരീഷ് ചന്തുവിനെയാണ് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇരിങ്ങാലക്കുട ജഡ്ജി CR രവിചന്ദ്രൻ ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി. ഇൻസ്പെക്ടർ പത്മരാജൻ, ER ബൈജു സുനിൽകുമാർ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. നീതിന്യായ സംവിധാനത്തിലെ പെൺപെരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായ ആശ്ചര്യമാണ്. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി V. വിനീത, കൊടുങ്ങല്ലൂർ മുൻസിഫ് K. കാർത്തിക, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ, ഗ്രാമീണ ന്യായാലയം ന്യായാധികാരി റീജ R. നായർ എന്നിവരാണിവർ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ ഇന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ 4 വനിതാ ന്യായാധിപന്മാരും ഒരുമിച്ചു. സ്പെഷ്യൽ ജഡ്ജി V. വിനീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻസിഫ് K. കാർത്തിക വനിതാ ദിന സന്ദേശം നൽകി. അഡ്വക്കേറ്റ് NA സുജാത അധ്യക്ഷത വഹിച്ചു. മജിസ്ട്രേറ്റ് KN ആശ, ന്യായാധികാരി റീജ R. നായർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP മനോജ്, അഭിഭാഷകരായ CK പവിത്രൻ, KM നൂർജഹാൻ, AS നീതു ഹാരിസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സേവാഭാരതി ദിവസേന നടത്തിവരുന്ന അന്നദാനം വനിതാ ദിനം പ്രമാണിച്ച് വനിതകൾ തന്നെ പൂർണ്ണമായും ഏറ്റെടുത്തു നടത്തി. NSS കരയോഗങ്ങൾ വിവിധ തലങ്ങളിലായി നടത്തിയ തിരുവാതിരക്കളി മത്സരങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ വിജയികളായ കൂടപ്പുഴ വനിതാ സമാജം ടീം അംഗങ്ങളായ സന്ധ്യ അനിയൻ, ശ്രീവിദ്യ സുരേഷ്, ദീപ പ്രകാശ്, സൂര്യ ആദർശ്, സരിത രഞ്ജിത്ത്, കൃഷ്ണപ്രിയ ശബരീഷ്, രജിത രഞ്ജിത്ത്, മാളവിക ജയറാം എന്നിവർ ചേർന്നാണ് വാഹനത്തിൽ കൊണ്ടുവന്നതും പതിവ് ഭക്ഷണത്തോടൊപ്പം മധുരവും വിളമ്പിയത്. കൂടാതെ കഴിഞ്ഞ 1 വർഷമായി ഭക്ഷണം തയ്യാറാക്കി നൽകിക്കൊണ്ടിരിക്കുന്ന ഉഷ തമ്പായിയെ ചടങ്ങിൽ ആദരിച്ചു. സേവാഭാരതി പ്രവർത്തകരായ K. പീതാംബരൻ, രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, ശിവകുമാർ, VR രാധാകൃഷ്ണൻ, രമണി രാധാകൃഷ്ണൻ, KB ഉണ്ണികൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു. മാലിങ്കര SNM പോളിടെക്നിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം നടന്നു. കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിഷി ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ KP പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. SNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത TH, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ബെൻസി J. ഓടക്കൽ, കോളേജ് വിദ്യാർത്ഥി ഫെബ എന്നിവർ സംസാരിച്ചു. കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ സ്വന്തമായി വികസിപ്പിച്ച ഓട്ടോമാറ്റിക് നാപ്കിൻ വെൻഡിംഗ് മെഷീനിന്റെ ഉദ്ഘാടനം ഡോക്ടർ നിഷി നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ദിനം ആചരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, വനിതാ ജനപ്രതിനിധികൾ, CDPO, ICDS സൂപ്പർവൈസർമാർ, അംഗൻവാടി ടീച്ചർമാർ എന്നിവർ പങ്കെടുത്തു. അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പഠനോത്സവം നടന്നു. ക്ലാസ് തലത്തിൽ 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികളുടെ മികവുകളുടെ അവതരണം, തുടർന്ന് പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവ നടന്നു. ഇംഗ്ലീഷ് സ്കിറ്റ്, ഗോത്ര സമൂഹത്തിലെ നൃത്തം, ഗണിത, തിരുവാതിര, കവിതയുടെ നൃത്താവിഷ്കാരം, സയൻസ് പരീക്ഷണങ്ങൾ, പാട്ടുകൾ, സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ തുടങ്ങി ഇനങ്ങളുടെ അവതരണങ്ങൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷദ് കറുകപ്പാടത്ത്, PTA, SMC, MPTA തുടങ്ങിയവയുടെ പ്രതിനിധികളും മറ്റു രക്ഷിതാക്കളും പങ്കെടുത്തു. പ്രധാന അധ്യാപിക KH റെജില എന്നിവർ സംസാരിച്ചു. എരവത്തൂർ SKV LP സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കുടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളിലും പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ വരവോടുകൂടി വിദ്യാർത്ഥികൾ എണ്ണം ക്ഷയിച്ചപ്പോൾ സർക്കാരിൻ്റെ എല്ലാ മാറി വന്ന സർക്കാരുകളുടെ നേതൃത്വത്തിൽ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് സിലബസുകളിലൊക്കെ മാറ്റം വരുത്തി പഠനത്തിന് അന്ന് മുൻതൂക്കം കരുതുന്ന കാലമൊക്കെ പോയി. ഇന്ന് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗങ്ങളിലും സ്പോർട്സ് രംഗങ്ങളിലും കലാരംഗങ്ങളിലും വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനും നല്ല സമൂഹത്തിലേക്ക് നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിദ്യാർത്ഥികളെ
വാർത്തെടുക്കുന്നതിനൊക്കെ നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകർക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ എല്ലാവരുടെയും നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിൻ്റെ സ്ഥിതി മാറി നല്ല രീതിയിൽ, അതായത് നേരത്തെ 28 കൂടിയിട്ട് ശീതീകരിച്ച രീതിയിലുള്ള ക്ലാസ് മുറികളൊക്കെയാണ് നമ്മുടെ സജീവന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തു വരുന്നത്. സ്കൂൾ മാനേജർ MS സജീവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, വാർഡ് മെമ്പർമാരായ സിൽവി സേവ്യർ, സുധാ ദേവദാസ്, ജോബി കൊടകര, ബിജു കുന്നംപുറത്ത്, CD ജിനി, ED ദീപ്തി, ഷാലി, ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി പറവൂർ ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ കിസാൻ മേള ഉദ്ഘാടനം ചെയ്തു. കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി അധ്യക്ഷനായി. സെമിനാറിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഫാൻസി പരമേശ്വരൻ പദ്ധതി വിശദീകരണം നടത്തി. അനീജ വിനു, VM രാജഗോപാൽ, ജൻസി തോമസ്, പ്രതീക്ഷ അനിൽകുമാർ, സെബാസ്റ്റ്യൻ തോമസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശശി മേനോൻ, കൃഷി ഓഫീസർ അതുൽ മണപ്പാടൻ എന്നിവർ സംസാരിച്ചു. LDF കയ്പമംഗലം മണ്ഡലം കൺവെൻഷൻ നെസൻപുരത്ത് നടന്നു. AYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വിനീത വിൻസൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ഷിഹാബ് കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജാസിർ, DYFI ബ്ലോക്ക് സെക്രട്ടറി PH റിയാസ്, CK ശ്രീരാജ്, അനസ്, BG വിഷ്ണു എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി എടത്തുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കുമ്പളപ്പറമ്പ് സെന്ററിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം PM മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നവമി പ്രസാദ്, KG സുഖദേവ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, AV സതീഷ്, KS ഷനിത്, KV ശ്രീധരൻ, PC ബാലൻ, ശിവരാജ് പള്ളിത്തറ എന്നിവർ സംസാരിച്ചു. LDF രാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുളിഞ്ചോട് സെന്ററിൽ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. NB സുരേഷ് അധ്യക്ഷത വഹിച്ചു. തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, അഖണ്ഡനാമജപം, സഹസ്രക്ഷീര മഹാകുംഭാഭിഷേകം, പ്രസാദൂട്ട്, വൈകിട്ട് മേളം, ദീപാരാധന, ദീപക്കാഴ്ച എന്നിവ നടന്നു. ഒമ്പുനങ്ങൾ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹ അഭിഷേകം സംഘടിപ്പിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമൂഹ അഭിഷേകം നടത്തിയത്. വ്രതമെടുത്തു വരുന്ന എല്ലാ ഭക്തർക്കും ക്ഷേത്ര ശ്രീകോവിലകത്ത് പ്രവേശിച്ച് സമൂഹാഭിഷേകം പങ്കെടുക്കാം. രാവിലെ മഹാഗണപതി ഹോമം, തുടർന്ന് മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന തുടങ്ങി വിവിധ ക്ഷേത്ര ചടങ്ങുകൾ ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അഷ്ടമിത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, പാണ്ഡിമേളം, ദീപാരാധന, തായമ്പക, ദേശക്കാരുടെ താലിവരവ്, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇത്തവണയും പുതിയ പാലം എന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തറയിലെ മാണിമക്കത്തോട് പാലം ജീർണാവസ്ഥയിൽ. വരദരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തടത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും ശാസ്ത്ര അവബോധവും വിജ്ഞാന അന്വേഷണത്വരയുമെല്ലാം വർദ്ധിപ്പിക്കെ ഒരു കാലഘട്ടത്തിലാണെന്ന് നാം ജീവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. ചാലക്കുടി മേഖല ശാസ്ത്ര കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച സീഡ്സ് ഓഫ് കൾച്ചറൽ ഗാലറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.